ഗൈസ് നിങ്ങൾ അങ്ങോട്ട് നോക്കുക, നല്ല കിട്ടുക്കാച്ചി മഴ വരുന്നുണ്ടാകുമ്പോൾ നമുക്ക് തീർത്തിട്ട് വീട്ടിൽ പോകേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല വേങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗൈസ് നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ തന്നെ കാണാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിർത്താനുള്ള ടൈമായി. ഹലോ ദേ ഗൈസ്, എല്ലാവർക്കും വണ്ടി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ BS6 മോഡലായിട്ടുള്ള R15 V3 ആണ്. അത് നമ്മുടെ ആ ഒരു മെറ്റാലിക് റെഡ് കളർ മോഡലാണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും വലിയൊരു താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ഭാരത് യമഹ തിരുവല്ലയോടാണ്. അവരാണ് ഇന്ന് നമുക്ക് ഈ വണ്ടി റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നതും. സോ നിങ്ങൾക്ക് യമഹയുടെ ഏതെങ്കിലും മോഡൽസ് വാങ്ങണമെന്നുണ്ടല്ലോ, സർവീസ് ചെയ്യണമെന്നുണ്ടല്ലോ, എന്തെങ്കിലും മറ്റ് അനുബന്ധ സർവീസുകൾക്കോ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ അധികം ടൈം കളയാതെ ഇവിടുത്തെ കുഴപ്പമില്ല, ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ അതൊന്നും കാര്യമൊക്കെ കണ്ട ഒട്ടും സമയങ്ങളെ നമുക്ക് നമ്മുടെ റിവ്യൂലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ R15 V3 BS6 മോഡൽ വിത്ത് മെറ്റാലിക് റെഡ് കളർ എന്ന് പറയുന്നത്. ഈ ഒരു കളറിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഒന്ന് ചെയ്യണേന്ന്. പിന്നീടാണ് ലോക്ക്ഡൗണും മറ്റുമായിട്ട് നമുക്ക് വണ്ടി അവൈലബിലിറ്റി കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് വണ്ടി നമ്മുടെ കയ്യിലായിട്ട് ലഭിച്ചിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മൾ BS6 മോഡൽ R15 നേരത്തെ നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്തിരുന്നു. പിന്നെ ഈ ഒരു പുതിയ കളർ ഇത്രയ്ക്ക് സ്ട്രൈക്കിംഗ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വീണ്ടും റിവ്യൂവിനായിട്ട് എടുത്തത്. അതുപോലെ ഇതിപ്പോൾ 2021 എന്തെങ്കിലും മാറ്റങ്ങൾ വണ്ടിയിൽ യമഹ കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. BS6 മോഡൽ കഴിഞ്ഞ പിന്നെ ഈ ഒരു കളർ അപ്ഡേഷൻ മാത്രമാണ്. ഒരു കളറൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ റേസിംഗ് ബ്ലൂ, അതുപോലെ തന്നെ ഡാർക്ക് നൈറ്റ് ബ്ലാക്കും നമ്മുടെ തണ്ടർ ഗ്രേയും ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ ബൈക്കിൻ്റെ പ്രൈസ് പറയാം 1,92,200 രൂപയാണ് തിരുവല്ലയിലെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്, 1,92,200 എന്ന് പറയുന്നത്. പിന്നെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെയിം 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് VVA എഞ്ചിനാണ് കിട്ടുന്നത്. 4-stroke SOXC ആണ്. ഈ ഒരു എഞ്ചിൻ്റെ മാക്സ് പവർ എന്ന് പറയുന്നത് ഒരു 18.6 bhp ആണ്. അതും 10,000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 14.1 Nm ടോർക്ക് ഇത് 8,500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ടോപ്പ് എൻഡ് ഉള്ള ഒരു എഞ്ചിനാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അത് ഈ വണ്ടി നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ്. BS6 ആയതോട് കൂടിയിട്ടും ഈ ഒരു കളർ അപ്ഡേറ്റ് ആയതോടുകൂടിയിട്ടും ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടുമില്ല. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 150cc എഞ്ചിനാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. നമുക്കിതിൽ ഓടിച്ച് കഴിഞ്ഞ സമയത്ത് യാതൊരു വിധത്തിലുള്ള വൈബ്രേഷൻ്റെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് ഹയർ സ്പീഡ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ ഹൈവേയിലൊക്കെ നല്ല ഫൺ ടു റൈഡായിട്ട് ഓടിക്കാവുന്നതാണ്. കോർണേഴ്സൊക്കെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഹാൻഡ്ലിങ്, സീറ്റിംഗ് പോസ്റ്റർ, കംഫർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ നമുക്ക് എഞ്ചിനിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ എഞ്ചിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. ഏകദേശം 55 to 60 km/L ഒക്കെ ഇതിൽ നിന്ന് ഈസി ആയിട്ട് യൂസേഴ്സ് ഊറ്റിപ്പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പ്ലസ് ഇതിൻ്റെ പെർഫോമൻസിൽ ഒട്ടും തന്നെ ഡീറ്റോണൊന്നും വരുത്താതെ തന്നെ. സോ വളരെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നിങ്ങൾക്ക് വേണ്ടപ്പോൾ പവറും തരും, വേണ്ടപ്പോൾ നല്ല മൈലേജും തരും. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പെട്രോളിൻ്റെ മറ്റും പ്രൈസൊക്കെ ഇത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ എന്തായാലും ഡ്യുവൽ പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കാണ്. നിങ്ങൾക്ക് ഡെയിലി യൂസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൂറിങ് ഇതിൽ അത്യാവശ്യം നല്ലപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു കൺസെപ്റ്റിൽ ഈ വണ്ടി എടുത്താൽ ഒരു ഈ ലുക്കും അതുപോലെ ഈ പെർഫോമൻസ് മാത്രം കേട്ടിട്ട് നിങ്ങൾ എടുക്കരുത്. ഓടിച്ച് നോക്കി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, നിങ്ങൾക്ക് ഇതിനെ സഹിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഈ വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യാവുള്ളൂ. കാരണം അത്യാവശ്യം നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റൈഡിങ് എർഗണോമിക്സ് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അതായത് നമ്മൾ വളരെ നന്നായിട്ട് കുനിഞ്ഞാണ് കിടക്കുന്നത്. നമ്മുടെ കോറും അതുപോലെ തന്നെ ലോവർ ബോഡിയൊക്കെ തന്നെ നല്ല ടൈറ്റ് ആയിരിക്കണം ഇതിൽ നമുക്ക് ഗ്രിപ്പ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ. സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റിനേക്കാളും കുറച്ചും കൂടി കുഷ്യൻ്റായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇരിക്കാൻ സുഖമുണ്ട്. ലോങ് റൈഡ്സിലൊക്കെ തന്നെ നമുക്ക് വലിയൊരു കംഫർട്ട് കിട്ടിയില്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടി ഇരുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഈ ടാങ്കിൻ്റെ പോർഷനും ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നാരോറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയെ നമുക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ടാങ്കിൽ നൈസായിട്ട് ഫ്ലെക്സ് ഒക്കെ അനുഭവപ്പെടും. അതായത് ടാങ്ക് ഒന്ന് ചുരുങ്ങുന്ന പോലെയൊക്കെയുള്ള ഫീൽ ചെയ്യും. പൊന്നോ പൊളി മഴ ഗൈസ് നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് മഴ പെയ്ത് വരുവാണ്. നമ്മൾ എന്നാ ചെയ്യുമെന്നൊരു പിടുത്തവും ഇല്ല. അപ്പോൾ അതിനുമുമ്പ് നമുക്ക് തീർക്കാം.
ഗൈസ് പിന്നീട് ഇതിന് ബ്രേക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 284 mm ആണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ബാക്ക് നമുക്ക് 230 mm ആണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്രേക്കിംഗ് വളരെ കിടിലം ബ്രേക്കിംഗ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നല്ല സ്റ്റോപ്പിംഗ് പവറും അതുപോലെ തന്നെ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. ബാക്കിൽ നമുക്ക് വരുന്ന റേഡിയൽ ടയർസ് ആണ് 140 സെക്ഷനാണ്. ഫ്രണ്ടിൽ 100 സെക്ഷൻ ടയർസ് ആണ് വരുന്നത്. MRP എന്നാണ് ടയർ വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ ഈ ബാക്ക് ടയർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ആഫ്റ്റർ എന്താ പറയുന്നത് ഇത് വെയർ ഔട്ട് ആയി കഴിഞ്ഞ് ബാക്കിയുള്ളതിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. പില്ലൻ കംഫർട്ട് നിങ്ങൾക്ക് നോക്കുക വേണ്ട. പില്ലൻ ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരിക്കില്ല ഈ വണ്ടിയിൽ. ഷോർട്ട് റൈഡ്സും സിറ്റി റൈഡ്സും മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ലോങ് റൈഡ്സിലൊന്നും തന്നെ നിങ്ങൾക്ക് പില്ലനെ വെച്ചുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ വിചാരിക്കേണ്ട. അതുപോലെ തന്നെ പില്ലന് പിടിച്ചിരിക്കാനും ഇതിൽ പാടാണ്. കാരണം ഇതെല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, പൊട്ടിപ്പോകും പെട്ടെന്ന്. ടാങ്കിലോ അല്ലെങ്കിൽ റൈഡറിനെയോ ആയിരിക്കണം പില്ലൻ ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പം അതും ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ റയർ സെറ്റ് ഫുഡ് പെക്സ് കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല കമ്മിറ്റഡ് ആയിട്ടിരിക്കാനും വണ്ടിയെ നല്ലതായിട്ട് ഗ്രിപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു അലുമിനിയം ടച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഈ ഒരു മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് റെഡിൻ്റെ ഇടയ്ക്ക് ഒരു അലുമിനിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇൻസ്ട്രുമെന്റ് കൺസോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ്. അതിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്, ഡിജിറ്റൽ ടാക്കോമീറ്റർ ആണ് സാധിക്കും, സ്പീഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, അതുപോലെ തന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഓടോ, അതുപോലെ ട്രിപ്പ് 1 ട്രിപ്പ് 2 അങ്ങനെയുള്ള എസെൻഷ്യലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മീറ്ററിൽ കാണാൻ സാധിക്കുന്നതാണ്. വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു മീറ്ററാണ്. നമുക്ക് മേളിലൊരു ഷിഫ്റ്റ് ലൈറ്റ് കാണാൻ സാധിക്കും. അത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ VVA ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ തെളിയുന്നതാണ്. സ്വിച്ച് കേസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് ക്ലിക്കി ഫീൽ തരുന്ന സ്വിച്ച് കേസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയാനാണ് ഈ പുതിയ പെയിൻറ്റ് സ്കീം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു പെയിൻറ്റ് സ്കീമാണ്. ഗ്ലോസി റെഡ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതൊരു കംപ്ലീറ്റ് റെഡ് പാക്കേജ് ആണ്. ഈ ഗ്രാഫിക്കൂടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റെഡ് ആയിട്ട് കിട്ടും. അപ്പോൾ റെഡ് കളറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ വളരെ ഇഷ്ടപ്പെടാൻ പോകുന്നൊരു ബൈക്കാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഫിനിഷാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രൈക്കിങ്ങുമാണ്. ഒരു ഫ്രഷ് ലുക്ക് കൂടിയാണ് ഈ ഒരു R15 ഈ ഒരു റെഡ് കളർ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിലേക്ക് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. സ്ട്രൈറ്റ് ലൈൻസിലും കോർണേഴ്സിലും നിങ്ങൾ എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എൻജോയ്മെൻ്റ് ആയിരിക്കും ഈ ഒരു ബൈക്കിൽ നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ടക്കിൻ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു വിഷയം ഇല്ലാത്ത രീതിയിലാണ് നമ്മളിതിൽ പോകാൻ പോകുന്നത്. അതായത് വിൻ ബ്ലാസ്റ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല. നല്ല ടോളറായിട്ടുള്ളൊരു വിൻ വൈസറാണ്. നേരെ മേളിൽ കൂടെ ഫുള്ള് കാറ്റുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടിയെ ഹഗ് ചെയ്ത് തന്നെ കിടന്ന് ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻസും അതുപോലെ തന്നെ കോർണേഴ്സൊക്കെ എടുക്കാവുന്നതാണ്. കോർണറിലൊക്കെ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്ത് തന്നെ നീ ഡൗണും കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല ഒരു സീറ്റിംഗ് പോസ്റ്ററും ആ ഒരു ഹാൻഡിലിൻ്റെ പൊസിഷനും ഒക്കെ പക്കയാണ്. ട്രാക്കിലൊക്കെ നിങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ നല്ല കംപ്ലീറ്റ് എൻജോയ്മെൻ്റ് ആയിരിക്കും വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്ക് വരുന്ന അലുമിനിയം സ്വിങ്ങാമാണ്. അത് പൊളിയാണ് സൈഡിൽ നിന്ന് കാണാൻ. ഫംഗ്ഷനിങ് അതുപോലെയാണ്. വളരെ സ്റ്റേഡി ഫീലാണ്. വണ്ടിക്ക് നല്ല ഒരു സ്റ്റേബിൾ ആൻഡ് എന്താ പറയുന്നത് അജൈൽ ഫീൽ അത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. MDയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഈ ഒരു അലുമിനിയം സ്വിങ്ങാമാണ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു R15 V3 പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു അഗ്രസീവ് ബൈക്കിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന യമഹ എന്നുള്ള ആ ഒരു റിലയബിലിറ്റി, സ്മൂത്ത്നെസ്, റിഫൈൻമെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു മെച്ചപ്പെട്ട ബൈക്കാണ്. പിന്നെ 1,92,200 എന്ന് പറയുന്ന കുറച്ച് കൂടി ഒരു വിലയാണ്. 1,70 1,80 ഒക്കെ ആയിരുന്നു ഈ വണ്ടിക്ക് ജസ്റ്റിസബിൾ ആയിട്ടുള്ള പ്രൈസ്. ഇപ്പോൾ അവർ ഓവർ പ്രൈസിലേക്ക് കടക്കുകയാണ്. സോ അത് മാത്രമല്ല R15 V4 അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. V4 എന്ന് പറയുന്നത് വേർഷൻ 4 എന്നാണ്, അല്ലാണ്ട് V4 എഞ്ചിൻ എന്നല്ല. ബട്ട് അതിൽ നമുക്ക് സ്പൈ ഇമേജസിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ USD ഫോർക്കൊക്കെ വരുന്നുണ്ടെന്നാണ്. സോ നിങ്ങൾ R15 അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്, R15 എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളാണ്, കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിടിലനായിട്ട് ഒരു ബൈക്കും കൂടെ കിട്ടുന്നതാണ്. സോ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ V4 കിട്ടിയേക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എഞ്ചിൻ പെർഫോമൻസിലും കുറച്ചും കൂടെ വ്യത്യാസമൊക്കെ വരുത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഗൈസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം അത്യാവശ്യം നല്ല രീതിയിലൂടെ മഴ പെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിർത്താനുള്ള ടൈമായി. കാരണം ഇവിടെ നോക്കിയാൽ കാണാം വീട്ടിൽ പോകണമെന്നുണ്ട്, പക്ഷേ ഈ ഒരു വ്യൂ എൻജോയ് ചെയ്യണമെന്നുണ്ട്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനൊക്കെ തന്നെ കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിൻ.